അരിപ്പൊടി വെച്ച് ഇലയട ഉണ്ടാക്കുമ്പോൾ ഹാർഡായി പോകുന്നുണ്ടോ? എങ്കിൽ ഇങ്ങനെയൊന്ന് പരീക്ഷിച്ച് നോക്കൂ. നല്ല സോഫ്റ്റായ ഇലയട ഉണ്ടാക്കാം. അപ്പോൾ അതിനായി 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല. 1 കപ്പ് അരിപ്പൊടിയിലേക്ക് ഒരു 2 കപ്പ് വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് മാവ് പോലെ ലൂസാക്കി എടുക്കുക. ഇനിയും അപ്പത്തിനൊക്കെ പാവ് കാച്ചുന്നത് പോലെ ഒന്ന് കാച്ചിയെടുക്കാം. ഇത് അടുപ്പത്ത് വെച്ച് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് നന്നായി കുറുകി വരുന്നത് വരെ ഇളക്കുക. പെട്ടെന്ന് തന്നെ കുറുകി വരും. അതിനുശേഷം ഇതൊന്ന് തണുക്കാൻ വയ്ക്കുക. ആ സമയത്ത് നമുക്ക് അടയിൽ വയ്ക്കാനുള്ള ഫില്ലിങ് തയ്യാറാക്കാം. അതിനായി 2 ബ്ലോക്ക് ശർക്കര ഒരു 1/2 കപ്പ് വെള്ളത്തിൽ ഒന്ന് ലയിപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ഒരു തേങ്ങ തിരുകിയതും 1 സ്പൂൺ ഏലക്കാപ്പൊടി, 1 സ്പൂൺ ചുക്കുപൊടി, 1 സ്പൂൺ നെയ്യ് എന്നിവ ചേർത്ത് മിക്സ് ചെയ്ത് മാറ്റിവെക്കാം. ഇപ്പോൾ നമ്മൾ കുറുക്കി വെച്ചിരിക്കുന്ന മാവ് തണുത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടി, വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല, കുറേശ്ശെ ചേർത്ത് കുഴയ്ക്കാം. ഇലയിൽ പരത്താനുള്ള പരുവം കിട്ടുന്നത് വരെ പൊടിയിട്ട് പരുവത്തിന് കുഴച്ചെടുക്കാം. ഇനിയും ഈ മാവ് ഇലയിൽ പരത്തി അകത്ത് ഫില്ലിങ് വെച്ച് ഇഡലി പാത്രത്തിലോ സ്റ്റീമറിലോ വെച്ച് കുക്ക് ചെയ്യാം. ഇഡലി പാത്രത്തിൽ അടുക്കുമ്പോൾ ആവി നന്നായി എല്ലാ ഭാഗത്തും കിട്ടാൻ ഇതുപോലെ വാഴയിലയുടെ തണ്ട് കട്ട് ചെയ്ത് വെച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ എല്ലാം ഒരേപോലെ വെന്ത് കിട്ടും. എല്ലാവരും ഇനി അടയുണ്ടാക്കുമ്പോൾ ഇതൊന്ന് പരീക്ഷിച്ചു നോക്കൂ.